യേശു ക്രിസ്തുവിനെയാണ്. സങ്കീർത്തനങ്ങളിൽ 16 ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. നമ്മുടെ മുൻപിൽ യേശു കർത്താവിനെയാണോ വച്ചിരിക്കുന്നത് എങ്കിൽ ഒരിക്കലും നമ്മൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. അതെ, ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ, അതേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന അതേ പരമവിളി കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അതേ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അത് ശ്രേഷ്ഠമായ വിളിയാണ്. പിന്നെയും പറയുന്നു, നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിനെന്ന്. അതേ ബിരുദ പ്രാപിപ്പാൻ അതേ ദൈവസന്നിധിയിൽ നമ്മൾ ഓടേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് തന്നെ ഓടുവാൻ. അതേ നാളുകളിൽ പല ഭക്തന്മാര് അനേക വൻമരങ്ങൾ വീണുപോയിക്കൊണ്ടേയിരിക്കുന്ന സ്ഥാനത്ത് അതെ നമ്മൾ ഓരോരുത്തരും അതെ വീണു പോകാതെ ലാക്ക് തെറ്റാതെ ലാക്കിലേക്ക് തന്നെ ഓടുവാൻ തക്കവണ്ണം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും അതെ നമ്മുടെ ജീവിതത്തില് ഭാരമായിരിക്കുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്നിട്ടുകൊണ്ട് സങ്കീർത്തനങ്ങൾ അങ്ങനെയാ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളെ സമ്മതിക്കയില്ല. അതേ കർത്താവിന്റെ സന്നിധിയിൽ ഈ ഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ടും മുറുകെ പറ്റുന്ന പാപം പലപ്പോഴും നമ്മുടെ ജീവിതത്തില് മുറുകെ പറ്റുന്ന പാപം കർത്താവിങ്കിലേക്ക് തിരിയുവാനായിട്ട് തടസ്സമാണ്. അതേ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ആ മുറുകെ പറ്റുന്ന പാപം വിട്ടോടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. അതേ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ലാക്കിലേക്ക് തന്നെ ഓടണം, സ്ഥിരതയോടെ ഓടുവാൻ. അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിനെ നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം അപ്പാ, സ്തുതിക്കുന്നു കർത്താവേ. എന്നെ കേട്ട ഓരോ പ്രിയമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിൻപിലുള്ളത് പലതും മറക്കുവാനും മുൻപിലുള്ള കർത്താവിനെ ആഞ്ഞുകൊണ്ട് അതേ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനെ സ്ഥിരമായി അധികത്തെ ലാക്ക് തെറ്റാതെ അങ്ങയുടെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് തന്നെ ഓടുവാൻ, സ്ഥിരതയോടെ ഓടുവാൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ നോക്കി ഓടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.